കനത്ത മഴയെ തുടർന്ന് കൊട്ടാരക്കര താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഒന്നടങ്കം വെള്ളത്തിലായി. പുലമൺ തോട് കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മൈലം, ഇഞ്ചക്കാട്, കലയപുരം, അന്തമൺ, പുലമൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹെക്ടർ കണക്കിന് കൃഷിയാണ് വെള്ളത്തിനടിയിലായത്. വാഴ, മരച്ചീനി, റബ്ബർ എന്നിവ വ്യാപകമായി നശിച്ചു. പുലമൺ കുന്നക്കരയിൽ റബ്ബർ തോട്ടങ്ങളിൽ വൻതോതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. മഴയ്ക്കൊപ്പം വീശുന്ന കാറ്റുകൂടിയാകുമ്പോൾ വലിയ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. ചേന, ചേമ്പ് മുതലായ കാർഷിക വിളകള് ഏതാണ്ട് ഈ വെട്ടിക്കോല പഞ്ചായത്തിലെ 21 വാർഡുകളിലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ കാലവർഷക്കെടുതിയിലും വേനൽക്കാല മഴയിലും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുണ്ട്. ഇവർക്കൊന്നും ബന്ധപ്പെട്ട അധികാരികൾ, റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ ഗവൺമെന്റോ നാളിതുവരെയോ ഈ നഷ്ടപരിഹാര തുക 1 രൂപ പോലും കൊടുക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു കാര്യം. മഴയിലും കാറ്റിലും ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് റബ്ബർ കർഷകർക്കാണ്. കടുത്ത വേനലിനെ തുടർന്ന് 6 മാസത്തോളം ടാപ്പിംഗ് സാധിക്കാതിരുന്നതിനാൽ റബ്ബർ കർഷകർ മഴ കാത്തിരുന്നതാണ്. എന്നാൽ മഴ അധികമായതോടെ ടാപ്പിംഗ് ആരംഭിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് റബ്ബർ ടാപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ കർഷകർക്ക് മറ്റ് എല്ലാ റബ്ബർ കർഷകരാണ്. ഈ കിഴക്കൻ മേഖല മുഴുവനായും റബ്ബർ കർഷകരാണ് കൂടുതലുള്ളത്. അവർക്ക് റബ്ബർ മരം ടാപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരുടെ വരുമാനം നിലച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ അടിയന്തരമായി ഈ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഈ ടാപ്പിംഗ് തൊഴിലാളികളെയും ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുവാൻ ഗവൺമെന്റ് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം. ശക്തമായ കാറ്റിൽ റബ്ബർ മരങ്ങൾ ഒടിയുന്നതും കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.